നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ക്രൈം നടന്നാൽ ശരിയായ വിശദീകരണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ചധികം മസാലയൊക്കെ ചേർത്ത് സ്വയം പൂരിപ്പിച്ച് വീഡിയോസ് പടച്ചുവിടുന്ന ചിലരുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ ഇതുവരെ നിയമപ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലാത്തതിനാൽ ആ പണി ഇപ്പോഴും തുടരുന്ന ചില ചാനലുകളിൽ ഒന്നാണ് മൂവീസ് പാരഡൈസ്. ഇവരുടെ ഇത്തരം പ്രവൃത്തികളെ വിമർശിച്ചുകൊണ്ട് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഈ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിലും അന്യനാട്ടിലും നടക്കുന്ന ക്രൈമുകളെയും ദുരന്തങ്ങളെയും സെൻസേഷണലൈസ് ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അങ്ങനെ സെൻസേഷണലൈസ് ചെയ്ത് ഒരു ദുരന്ത വാർത്തയെ വെച്ച് തുടരെ തുടരെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ പടച്ചുവിടുന്നതിലെ സാമൂഹിക പ്രശ്നങ്ങളും അത് വൾണറബിൾ ആയവരെ എങ്ങനെയാണ് ബാധിക്കുക എന്നതിനെ കുറിച്ചുമൊക്കെ ജനറലായി പറഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പേരുകൾ വെളിപ്പെടുത്താതെ പറഞ്ഞതുകൊണ്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്ത യൂട്യൂബേഴ്സ് ആരാണെന്ന് പലർക്കും മനസ്സിലായിരുന്നില്ല. ഇത്തരം വീഡിയോസും തമ്പനെയിൽസും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അത്യാവശ്യം റിസർച്ച് ഒക്കെ ചെയ്തതിനു ശേഷം ചെയ്ത ആ വീഡിയോയ്ക്ക് മൂവീസ് പാരഡൈസ് ഒരു മറുപടി വീഡിയോ ചെയ്തിരുന്നു. മാന്യമായി വിമർശനം ഉന്നയിച്ച എന്നെ പൊട്ടക്കിണറ്റിലെ തവളയാക്കി കൂടെ ഒരു തവളയുടെ ചിത്രമൊക്കെ കൊടുത്തൊരു തമ്പനെയിൽ ഉണ്ടാക്കി അവരുടെ വ്യക്തിഹത്യയിലുള്ള മിടുക്കാണ് അവർ ആ വീഡിയോയിൽ കാണിച്ചത്. ആ വീഡിയോ കണ്ടു കളയാമെന്ന് വെച്ച് തുറന്നു നോക്കിയപ്പോൾ അവിടെയും കണ്ടു അത്ഭുതങ്ങൾ. ആ വീഡിയോയിൽ അവർ കുറെ സെൽഫ് ഗോളുകൾ അടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഉദാഹരണത്തിന്, ഞങ്ങൾ ക്രൈം സിനിമകൾ എന്തിനു പരിചയപ്പെടുത്തുന്നു എന്നതാണ് ഒരു ചോദ്യം. ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ നിറഞ്ഞ ഒരു ചർച്ചയ്ക്കോ മറുപടിക്കോ സ്കോപ്പ് ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നു അത്. കൂടാതെ അവരുടെ വ്യൂവേഴ്സും അവരും തമ്മിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മെന്റൽ കണക്ഷനാണ് അവരുടെ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുക. പെർവേർഷൻ അഥവാ വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്ന കമന്റ്സ് എല്ലാ കമന്റ് ബോക്സുകളിലും ഉണ്ടാകാറുള്ളതാണ്. സാധാരണയായി അത്തരം കമന്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ മൂവീസ് പാരഡൈസിൽ അത്തരം കമന്റുകൾക്കുള്ള പ്രോത്സാഹനവും റെസ്പെക്റ്റുമാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്കൊരു ഉദാഹരണം നോക്കാം. അയാൾ ഞരമ്പ് രോഗിയാണ്, മാത്രമല്ല ടിയാന്റെ ദാമ്പത്യ പരാജയമാണ് ഇത്തരം ജൽപ്പനങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇതിലൂടെ ടിയാൻ സായുജ്യം അടയുന്നുണ്ടാകാം. ഇത്തരം ഞരമ്പന്മാരെ അവഗണിക്കുക, സഹോദരി സ്വന്തം തീരുമാനപ്രകാരം മുന്നോട്ട് പോവുക, കട്ട സപ്പോർട്ടുമായി ഞങ്ങളുണ്ട്. ഇതിനുള്ള മൂവീസ് പാരഡൈസിന്റെ മറുപടി താങ്ക്സ് എ ലോട്ട് ബ്രദർ വിത്ത് എ ലവ് സ്മൈലി. അതായത് മാന്യമായി വിമർശനം ഉന്നയിച്ചയാളെ ഞരമ്പ് രോഗിയാക്കുക, എന്തൊക്കെയോ ഫാന്റസൈസ് ചെയ്ത് അയാളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുക, ഇങ്ങനെയൊക്കെ പറയുന്ന കമന്റുകളെ നന്ദി പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന അത്രമാത്രം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു യൂട്യൂബറാണ് മൂവീസ് പാരഡൈസ്. ഈ ഒരു കമന്റ് മാത്രമല്ല, അവരുടെ ചാനലിലുള്ള ഭൂരിഭാഗം വീഡിയോസും അതിന് താഴെ വരുന്ന കമന്റ്സും അതിന് അവർ കൊടുക്കുന്ന റിപ്ലൈയുടെയും ഒക്കെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. ആരെങ്കിലും മാന്യമായ രീതിയിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചാൽ ഉടനെ തന്നെ അയാളുടെ ദാമ്പത്യത്തെക്കുറിച്ചും അയാളുടെ ലൈംഗികതയെക്കുറിച്ചും വികൃതമായ രീതിയിൽ ഫാന്റസൈസ് ചെയ്യുന്നത് അറപ്പുളവാക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒരു വൈകൃതമാണ്. ആ വൈകൃതത്തെ വളരെ റെസ്പെക്റ്റോടുകൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നത് അതിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. വൈകൃതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളും തമ്പനെയിലുകളും ഉപയോഗിച്ച് വീഡിയോസ് ഉണ്ടാക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഒരാൾ സംസാരിച്ചാൽ ഉടനെ അയാളുടെ കിടപ്പറയിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്കും എത്തി നോക്കി കഥകൾ മെനയുന്നതിലൂടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ തെളിയിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്. ഇത്തരം വികൃതമായ കൊടുക്കൽ വാങ്ങലുകൾ കമന്റ് ബോക്സിൽ നടക്കുമ്പോഴും മുബി എന്ന വ്യക്തിയുടെ ഇത്തരം പ്രവൃത്തികളെ വിമർശിക്കാതെ ഇരിക്കുന്ന അവരുടെ 3 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഓർത്തും വിഷമമുണ്ട്. ഉദാഹരണത്തിന്, ഞങ്ങളുടെ കമന്റ് ബോക്സിലാണ് ഇത്തരത്തിലുള്ള ഒരു കമന്റ് വന്നതെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്ലൈ ഞങ്ങൾ കൊടുത്തെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ഞങ്ങളെ തിരുത്തുകയും ചെയ്യും. മറ്റുള്ളവരുടെ വസ്ത്രത്തിന്റെ അളവെടുത്ത് കപട സദാചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചാനലിൽ നിന്നും ഇതിൽ കൂടുതൽ ധാർമ്മികതയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. മറ്റുള്ള സ്ത്രീകളെ വസ്ത്രധാരണം അനുസരിച്ച് ബോഡി ഷെയ്മിംഗ്, സ്ലട്ട് ഷെയ്മിംഗ് ഒക്കെ നടത്തി ജീവിക്കുന്ന, തന്റെ കണ്ടന്റിനെ വിമർശിച്ച ഒരാളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി ഇതേ ആറ്റിറ്റ്യൂഡോടുകൂടി നാട്ടിൽ നടക്കുന്ന വളരെ സെൻസിറ്റീവായ ക്രൈമുകളെ തന്റേതായ രീതിയിൽ കഥയാക്കി മാറ്റുമ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറായി ഒരു പറ്റം ആളുകളുണ്ട് എന്നത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അവരുടെ കമന്റ് ബോക്സിൽ നിന്ന് മനസ്സിലായത് പലരും നാട്ടിലെ ക്രൈം വാർത്തകൾ അറിയുന്നത് അവരിലൂടെയാണ് എന്നാണ്. വാർത്ത കാണാത്ത, ന്യൂസ് വായിക്കാത്ത പലരും ഇവരുടെ ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവരുടെ കണ്ടന്റിന് ന്യൂസുകൾക്കില്ലാത്ത എന്റർടൈൻമെന്റ് നൽകാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ്. ക്രൈം വാർത്തകളെ ഇവർ എന്റർടൈൻമെന്റ് ആക്കി മാറ്റുന്നത് വ്യക്തികളെ അബ്യൂസ് ചെയ്തുകൊണ്ടും വിക്ടിം ബ്ലെയിം ചെയ്തുകൊണ്ടും അവരുടെ പ്രൈവസിക്ക് യാതൊരു വിലയും കൊടുക്കാതെയുമാണ്. ഈ അടുത്ത് ഇവരെ ഇത്തരം കാര്യങ്ങളിൽ വിമർശിച്ച ഒരു യൂട്യൂബറെ ഇവർ വർഗീയവാദിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അവർ മുസ്ലിം ആയതുകൊണ്ടാണ് വിമർശനം വരുന്നത് എന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനിടയിൽ വർഗീയതയും വിദ്വേഷവും വളർത്തി വിമർശിച്ചയാളെ തകർക്കാൻ ശ്രമിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണിത്. ഒരാൾ തന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ വിമർശിച്ചാൽ ഉടനെ അയാളെ വർഗീയവാദിയാക്കുക, ഞരമ്പ് രോഗിയാക്കുക, ഞാൻ പർദ്ദയിട്ടത് കൊണ്ടാണെന്ന് പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം തരം താണ പണിയെന്നതിനേക്കാൾ ഭയപ്പെടുത്തുന്ന, പേടിക്കേണ്ട പ്രവണതകളാണ്. ഇവരുടെ വർഗീയവാദി പ്രയോഗം കൊണ്ട് കാര്യമറിയാതെ തല്ലാനൊക്കെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും ഒക്കെ തെറി വിളിക്കുന്നതും സ്ലട്ട് ഷെയിം ചെയ്യുന്നതും കണ്ട് ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇവർ ചെയ്യുന്നതിലെ അപകടം തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. മറ്റ് സ്ത്രീകളെയെല്ലാം
വസ്ത്രത്തിന്റെ പേരിൽ വിചാരണ ചെയ്ത് വീഡിയോ ഇറക്കുന്ന ഇവർ പക്ഷെ ആരെങ്കിലും ഇവരെ വിമർശിച്ചാൽ ഉടനെ അത് തന്റെ വസ്ത്രം കാരണമാണെന്ന് ഇരവാദം മുഴക്കും. ഇത്ര തടിച്ച ഇത്ര പ്രായമുള്ള സ്ത്രീകൾ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന സദാചാര പ്രസംഗം നടത്തുന്ന ഇവർ ഒരു വീഡിയോയിൽ പറയുന്നത്, ഞാൻ സാരിയൊക്കെ ഉടുത്ത് ശരീരം കാണിച്ചു വന്നിരുന്നെങ്കിൽ ഇവരൊന്നും എന്നെ വിമർശിക്കില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇവരൊക്കെ എന്നെ വിമർശിക്കുന്നത് എന്നാണ്. അതുപോലെ സാരിയൊക്കെ ഉടുത്ത് ശരീരം പ്രദർശിപ്പിക്കുന്ന പെണ്ണുങ്ങൾ ആൺകുട്ടികളെ വഴിതെറ്റിക്കുമെന്നും ഇവർ വല്ലാതെ ഉത്കണ്ഠപ്പെടുന്നുണ്ട്. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു കയറി നേരിട്ട് കണ്ടതുപോലെ അയാളുടെ ദാമ്പത്യത്തെക്കുറിച്ച് കഥകൾ മെനഞ്ഞുണ്ടാക്കി രസിക്കുന്ന രണ്ടുപേരെ കമന്റ് ബോക്സിൽ കാണുന്നതിനേക്കാൾ വലിയ ചീഞ്ഞളിയലാണോ പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ ആൺകുട്ടിക്ക് സംഭവിക്കുക? ഇതേ മൈൻഡ് സെറ്റ് വെച്ചല്ലേ ഇവർ ക്രൈം സ്റ്റോറികൾ പടച്ചുവിടുന്നത്. ക്രൈം സ്റ്റോറികൾ കൈകാര്യം ചെയ്യാനുള്ള പക്വതയോ മാനസിക ഔന്നത്യമോ ഇവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇവരുടെ അഭിപ്രായത്തിൽ ഞാൻ ഇവരുടെ കണ്ടന്റിനെ കുറിച്ച് നടത്തിയ വിമർശനമൊന്നുമല്ല വിമർശനം, അതൊക്കെ പൊട്ടക്കിണറ്റിലെ തവളയുടെ സംസാരം മാത്രമാണ്. മറിച്ച് നേരത്തെ കാണിച്ച തരത്തിലുള്ള അറപ്പുളവാക്കുന്ന കമന്റുകളും ഇവർ നടത്തുന്ന വ്യക്തിഹത്യകളുമൊക്കെയാണ് ഇവർക്ക് യഥാർത്ഥ വിമർശനം. കുറച്ച് മതപരമായ വാക്കുകൾ മേമ്പൊടിയായി ചേർത്ത് നല്ല വൃത്തികെട്ട അശ്ലീലങ്ങൾ എഴുതുകയും പറയുകയും ചെയ്താൽ വൈകൃതങ്ങൾ ഭംഗിയായി മറയ്ക്കപ്പെടുമെന്ന് കരുതുന്നത് ഒരുതരം മൂഢ സ്വർഗത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഒരു ക്രൈം നടന്നു എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ അതിലെ തെളിയാത്ത ഭാഗങ്ങളെല്ലാം മസാല ചേർത്തടച്ച് ക്രൈമിൽ ഉൾപ്പെട്ട ഒരാളെ പ്രതിയാക്കി അയാളെ തെറി വിളിച്ച് വീഡിയോ ചെയ്യുക. അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ ആരും അറിയാതെ ആ വീഡിയോ റിമൂവ് ചെയ്യുക. അതിർത്തി തർക്കമാണെങ്കിൽ പോലും അതിലും ലൈംഗികത കണ്ടെത്തുക. വിക്ടിംസിന്റെ പല പോസിലുള്ള ഫോട്ടോസ് ഉപയോഗിക്കുക. ഒരു വിക്ടിമിനെ വെച്ച് മറ്റൊരു യൂട്യൂബറുമായി തല്ലുണ്ടാക്കുക. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. വിക്ടിമിന്റെ വീട്ടുകാരുടെ അറിവില്ലായ്മ മുതലെടുക്കുക. വിമർശിക്കുന്നവരെ ഒരു അടിസ്ഥാനവുമില്ലാതെ വർഗീയവാദിയാക്കി മുദ്രകുത്തുക. ലൈംഗികമായി അധിക്ഷേപിക്കുക. വ്യക്തിഹത്യ നടത്തുക. വ്യൂസ് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ മറ്റു സ്ത്രീകളെ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ കഴിയുന്ന കലാപരിപാടികൾ. ഒരു സങ്കടകരമായ കാര്യം, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ക്രൈം വാർത്തകൾ കൊടുക്കുന്നതിൽ ഇപ്പോൾ മത്സരിക്കുന്നത് ഇത്തരം ആളുകളോടാണ് എന്നതാണ്. അവരങ്ങനെ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്യാമല്ലോ എന്നതാണ് ഇവരുടെ ന്യായം. അതിർത്തി തർക്കം മുതൽ പോക്സോ കേസ് വരെ എന്ത് തന്നെയായാലും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വീഡിയോയുമായി ഇവരെത്തും. കുട്ടികളുടെ ഫോട്ടോസൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇവരങ്ങ് മാറിപ്പോകുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. മറ്റുള്ളവരെ തെറി വിളിച്ചും സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ടും നിരന്തരമായി വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ എളുപ്പത്തിൽ മാറാൻ കഴിയില്ല. എന്നാൽ എത്രയൊക്കെ നമ്മൾ പറയുന്നത് വളച്ചൊടിച്ചാലും മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിച്ചാലും താൻ ചെയ്യുന്നത് എന്താണെന്നോർത്ത് സ്വയം കുറ്റബോധമൊന്നും തോന്നിയില്ലെങ്കിലും ഉള്ളിൽ ഇത്തിരി നാണക്കേടെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സ്വന്തം ആർക്കെങ്കിലുമാണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഷോക്കിംഗ് എക്സ്പ്രഷൻസ് ഇട്ട് സ്വകാര്യ ഭാഗങ്ങൾക്ക് സംഭവിച്ചത് വിവരിച്ച് അങ്ങേയറ്റം സെൻസേഷണലൈസ് ചെയ്ത് ഒന്നിനു പുറകെ മറ്റൊന്നായി വീഡിയോസ് നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചാൽ മറ്റാരെങ്കിലും ഫേക്ക് എക്സ്പ്രഷനും ഗ്രാഫിക് ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി തമ്പനയിൽ ഉണ്ടാക്കി നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്താൽ നിങ്ങൾക്കൊരു കുഴപ്പവും തോന്നില്ലേ? ഇവരുടെ പുതിയ ഭീഷണി, അവരുടെ ചാനലിന്റെ പേര് ആരും ഉപയോഗിക്കരുത്, അവരുടെ ഫോട്ടോസ് ആരും ഉപയോഗിക്കരുത്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഡിഫമേഷൻ ആണത്രേ. ഇവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകുമത്രേ. അതായത് മറ്റ് യൂട്യൂബേഴ്സിനെയും അല്ലാത്തവരെയും ഫോട്ടോ സഹിതം മോക്ക് ചെയ്തും പരിഹസിച്ചും ബോഡി ഷെയിം ചെയ്തും സ്ലട്ട് ഷെയിം ചെയ്തും ഇരട്ടപ്പേരുണ്ടാക്കി വിളിച്ചും നിരന്തരം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇത് പറയുന്നത്. ഹിപ്പോക്രസി എന്താണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അതെന്താണെന്ന് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇവരുടെ നിരന്തരമായുള്ള യൂട്യൂബിലെ വിഡിത്തം പറച്ചിലൊക്കെ നമുക്ക് അവഗണിക്കാമെന്ന് വെക്കാം. എന്നാൽ കണ്ടന്റിനെ വിമർശിച്ച ഒരാളെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് മത തീവ്രവാദികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഒരു സീരിയസ് ഒഫൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള വർഗീയ പരാമർശങ്ങളെ നിയമപരമായി നേരിടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അറിഞ്ഞോ ഇന്നയാളുടെ അനിയത്തി വീണ്ടും ഒളിച്ചോടി, അതിന്റെ കാരണം അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇതുപോലുള്ള മഞ്ഞപത്രത്തെക്കാൾ തരം താണ തമ്പനെയിൽസും വീഡിയോസും ഉണ്ടാക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള കമന്റ്സ് ഒരു മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇതുപോലുള്ള യൂട്യൂബേഴ്സിന്റെ ആവശ്യമാണ്. മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടാസ്വദിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം ഇത്തരം യൂട്യൂബേഴ്സിന് ഒരു കുഴപ്പവുമില്ലാതെ ജീവിച്ചു പോകാം. എന്താണ് ഇതുപോലുള്ള യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.